നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഞാൻ യഹോവസാക്ഷികളുടെ വെബ്സൈറ്റിൽ ഒരു വാട്ട് ക്യാൻ ബൈബിൾ ടീച്ചേഴ്സ് എന്നൊരു PDF ഡോക്യുമെൻ്റ് കാണുകയുണ്ടായി. അതിൻ്റെ അകത്ത് യേശുവിനെ ക്രിയേറ്റഡ് ബീയിങ് ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. സോ ഐ വിൽ ഷോ യു ദ how to access that resource. So ഇപ്പം jw.org പോയിട്ട് ലൈബ്രറി ബുക്സ് ആൻഡ് ബ്രോഷേഴ്സ് വാട്ട് ക്യാൻ ദ ബൈബിൾ ടീച്ചേഴ്സ്, ഇതിൻ്റെ അകത്ത് ചാപ്റ്റർ 4 ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്ന ഒരു ഡോക്യുമെൻ്റ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട് ക്യാൻ ദ ബൈബിൾ ടീച്ചേഴ്സ് jw.org എന്ന ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് ബുക്ക്. യു ക്യാൻ ഓൾസോ ഡൗൺലോഡ് ഇൻ PDF ഫോർമാറ്റ് ആൻഡ് യു ക്യാൻ ഗോ ടു ചാപ്റ്റർ 4 ഡയറക്ട്ലി. ചാപ്റ്റർ 4 പാരഗ്രാഫ് നമ്പർ 11 വൈ ഈസ് ജീസസ് സോ പ്രഷ്യസ് ടു ജെഹോവ. സോ നമുക്ക് അവരെന്താണ് യേശുവിനെ പറ്റി പറയുന്നതെന്ന് നമുക്ക് വായിച്ചിട്ട് ബൈബിളിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. വൈ ഈസ് ജീസസ് സോ പ്രഷ്യസ് to Jehovah? Jesus is very precious to Jehovah. Why? Because God created him before everything and everyone else. അതായത് ദൈവം ആദ്യം എല്ലാത്തിനും മുൻപേ യേശുവിനെ ക്രിയേറ്റ് ചെയ്തു. എവറിത്തിങ് ആൻഡ് എവറി വൺ എൽസ്. സോ ജീസസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. അതിനവർ റെഫറൻസ് കൊടുത്തിരിക്കുന്ന കൊളോഷ്യൻസ് 1:15. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ട്. ജീസസ് ഈസ് ഓൾസോ പ്രഷ്യസ് ടു ജെഹോവ ബിക്കോസ് ഹി ഈസ് ഓൺലി വൺ ജെഹോവ ക്രിയേറ്റഡ് ഡയറക്ട്ലി. അതായത് ആദ്യം യഹോവയായ ദൈവം യേശുവിനെ ക്രിയേറ്റ് ചെയ്തു. അതിന് ശേഷം യേശുവാണ് മറ്റുള്ളതിനെല്ലാം എവറിത്തിങ് ആൻഡ് എവരി വൺ എൽസ് ക്രിയേറ്റഡ് എന്നാണ് അവരുടെ വിശ്വാസം. ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോൾഡ് ദ ഓൺലി ബിഗോട്ടൺ സൺ. John 3:16. Jesus is also the only one Jehovah used to create all other things. അവിടെ പറയുന്നത് കൊളോഷ്യൻസ് 1:16 ആണ്. അതായത് യേശുവിനെ ആദ്യം യഹോവയായ ദൈവം യേശുവിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് യേശുവിനെ യൂസ് ചെയ്താണ് ബാക്കിയുള്ളതിനെ എല്ലാം ക്രിയേറ്റ് ചെയ്തത്. സോ ഇൻ ഷോർട്ട് വാട്ട് ദേ ആർ സെയിങ് ഈസ് ജീസസ് ഈസ് എ ക്രിയേറ്റഡ് ബീയിങ് എന്നാണ്. അതാണോ ബൈബിളിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഓൺലി ജീസസ് ഈസ് കോൾഡ് ദ വേർഡ് ബിക്കോസ് ജെഹോവ യൂസ്ഡ് ഹിം ടു ഗീവ് മെസ്സേജസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ഏഞ്ചൽസ് ആൻഡ് ഹ്യൂമൻസ്. അതെവിടെയാണ് കാണുന്ന സ്ക്രിപ്ചറൽ റെഫറൻസ് ആണ് John 1:14. സോ നമുക്കൊന്ന് നോക്കാം ഇത് കറക്റ്റാണോ എന്ന്. Colossians 1:15. Who is the image of the invisible God, the firstborn of every creature. The firstborn എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഫസ്റ്റ് ബോൺ. സോ നമ്മൾ നോക്കണം വാട്ട് ഡസ് ദറ്റ് മീൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ ഫസ്റ്റ് ബോൺ ഓഫ് എവറി ക്രീച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് ബോൺ എന്ന് വെച്ചാൽ ആദ്യ ജാതൻ അല്ലേ? ആദ്യ ക്രിയേറ്റഡ് എന്നല്ല ഇവിടെ പറയുന്നത്, ആദ്യ സൃഷ്ടി എന്നല്ല പറയുന്നത്. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ് വേർഡ്. ദ ഫസ്റ്റ് ബോൺ ആദ്യ ജാതൻ അല്ലാതെ ഫസ്റ്റ് ക്രിയേറ്റഡ് ബീയിങ് അല്ല. ഓക്കെ, നമ്മൾ ലെറ്റ്സ് ഗോ dive into this. The word can mean a number of different things. നമുക്കറിയാം ഓരോ വേർഡ്സിന്, പ്രത്യേകിച്ച് ഗ്രീക്ക് വേർഡ്സിന് പല മീനിങ് ഉണ്ട്. The Greek word prototokos, which is translated as firstborn, can refer to different things. It could refer either to something or someone that is first in order of time. അതായത് സമയത്തിനനുസരിച്ച് ആദ്യം ഉണ്ടായതിനെ നമുക്കതിന് പറയാം, സച്ച് ആസ് എ ഫസ്റ്റ് ബോൺ ചൈൽഡ്, ഓർ ഇറ്റ് കുഡ് റെഫർ ടു സംവൺ ഹു ഈസ് പ്രീ എമിനൻറ്റ് ഇൻ റാങ്ക്. അതായത് ആദ്യം ദ ടോപ്പ് റാങ്കിലുള്ള ഒരാളെ വേണേലും അതേ വേർഡ് യൂസ് ചെയ്യാം. ഓർ ഇറ്റ് കുഡ് റെഫർ ടു സംവൺ ഹു വാസ് ബോത്ത് ഫസ്റ്റ് ബോൺ ആൻഡ് പ്രീ എമിനൻറ്റ് ഇൻ റാങ്ക്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോണ്ടെക്സ്റ്റ്. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഒരു വാക്യം എടുത്ത് നമ്മൾ നോക്കാതെ അതിൻ്റെ മുൻപും പിൻപും എന്ത് പറയുന്നതിനോട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഡേവിഡ് ദ യങ്ങസ്റ്റ് സൺ വാസ് കോൾഡ് ദ ഫസ്റ്റ് ബോൺ. ഓക്കെ, സോ നമ്മൾ നേരത്തെ കണ്ടു യേശുവിനെ ഫസ്റ്റ് ബോൺ ആയിട്ട് കണ്ടു. ഇവിടെ ഡേവിഡ് എന്ന് പറയുന്നത് യങ്ങസ്റ്റ് സൺ ആയിരുന്നു, പക്ഷേ ഡേവിഡിനെ വിളിച്ചിരിക്കുന്ന ഫസ്റ്റ് ബോൺ എന്നാണ്. സാംസ് 89:27 പറയുന്നത്, ഐ വിൽ ഓൾസോ അപ്പോയിൻറ്റ് ഹിം മൈ ഫസ്റ്റ് ബോൺ, ദ മോസ്റ്റ് എക്സോൾട്ടഡ് ഓഫ് ദ കിങ്സ് ഓഫ് ദി എർത്ത്. നമുക്കറിയാം ഡേവിഡ് എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ മാൻ ആയിരുന്നു. ഡേവിഡിനെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ബോൺ, ആൻഡ് വി നോ ദാറ്റ് ഡേവിഡ് വാസ് ദ യങ്ങസ്റ്റ് സൺ ഇൻ ദറ്റ് ഫാമിലി.
In this example, the firstborn obviously speaks of preeminence in rank. David was preeminent among the kings of Israel. However, he was not the oldest or firstborn in his family. David was in fact the youngest. Therefore, in this context, the idea of firstborn among the kings has the idea of preeminence and does not have the idea of time. അതായത് സമയത്തിനനുസരിച്ചുള്ള ഫസ്റ്റ് ബോൺ അല്ല, പക്ഷേ റാങ്കിൽ ഹീസ് ദ ഫസ്റ്റ് ബോൺ. ഇറ്റ് ഹാസ് ദ ഐഡിയ ഓഫ് പ്രീ എമിനൻസ് ഇൻ ദ ബുക്ക് ഓഫ് കൊളോഷ്യൻസ്. സോ നമുക്ക് മനസ്സിലാക്കാം, കൊളോഷ്യൻസ് 1:15 so it has the preeminence, idea of preeminence, not in terms of time. Okay, in the passage in Colossians, is the idea of Jesus as firstborn means that he is preeminent over creation and not that he is a created being. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, അതിന് കഴിഞ്ഞ 1:15 കഴിഞ്ഞിട്ടുള്ള 1:16-17 വായിച്ച് നമുക്കറിയാൻ പറ്റും. കൊളോഷ്യൻസ് 1:16-17, for by him, so by Jesus, all things were created, things in heaven and on earth, and visible and invisible, whether thrones or powers or rulers or authorities, all things were created by him and for him. അപ്പം എല്ലാ സൃഷ്ടിയെയും സൃഷ്ടിച്ചതാരാ? യേശു. ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ്. അപ്പോൾ യേശു ഒരു സൃഷ്ടിയാണെങ്കിൽ അത് പറയാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ഇൻ ഹിം ഓൾ തിങ്സ് ഹോൾഡ് ടുഗെദർ. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഹീ ഈസ് നോട്ട് എ ക്രിയേറ്റഡ് ബീയിങ് ബിക്കോസ് ഹീ വാസ് ബിഫോർ ഓൾ തിങ്സ്. ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ്. സോ ദാറ്റ്സ് സോ ക്ലിയർ ദാറ്റ് ഹീ ഈസ് നോട്ട് ദ ഫസ്റ്റ് ബോൺ ഇൻ മീൻസ് ഓഫ് ടൈം. മനസ്സിലായല്ലോ? വെരി സിമ്പിൾ. Jesus is clearly called the creator of all things. Consequently, he could not have been the first thing created. യേശു ആണ് മുമ്പത്തെ ഈ നമുക്ക് കൊളോഷ്യൻസ് 1:16-17 ക്ലിയറായിട്ട് മനസ്സിലാക്കാം, യേശു ആണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. അപ്പോൾ യേശു തന്നെ ഒരു സൃഷ്ടി ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഇറ്റ് ക്ലിയർലി സേസ് ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ഇൻ ഹിം ഓൾ തിങ്സ് കൺസിസ്റ്റ്. ജീസസ് ഹാസ് പ്രീ എമിനൻസ് ഓവർ ദ ഡെഡ്. Revelations 1:5 പറയുന്നത്, and from Jesus Christ, who is the faithful witness, the firstborn from the dead and the ruler of the kings of the earth. Jesus was the first person in time to come back from the dead, never to die again. In addition, he is the preeminent over the dead and death itself. Jesus said that he has the keys or the authority to death and Hades. So നമ്മൾ Revelations 1:18 വായിക്കുമ്പോൾ അതറിയാം. He is the first person in time to come back from the dead. So that is why he is the he is the firstborn from the dead എന്ന് പറയുന്നത്. Firstborn from the dead. ഇനി സോ നമ്മളിപ്പം കൊളോഷ്യൻസ് 1:16-17 വായിച്ചു. ഇനിയും നമ്മൾ യഹോവസാക്ഷികളുടെ ബൈബിളായ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്താണ് കൊളോഷ്യൻസ് 1:16-17 അവരുടെ ഇൻസേർഷൻ, ഡേഞ്ചറസ് ആയിട്ട് അവരെന്ത് ഇൻസേർട്ട് ചെയ്തു അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്തു, സ്ക്രിപ്റ്റേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. കൊളോഷ്യൻസ് 1:16-17, ബിക്കോസ് ബൈ മീൻസ് ഓഫ് ഹിം ഓൾ അതർ. സോ അവരൊരു ഇൻസേർട്ട് ചെയ്തു അതർ. അതർ എന്ന് വെച്ചാൽ തന്നെ യേശുവിനെ ആദ്യം സൃഷ്ടിച്ചു, യേശു പിന്നെ മറ്റുള്ളതിനെ സൃഷ്ടിച്ചു. അങ്ങനെയാണോ നമ്മൾ നേരത്തെ കണ്ടത്? ബൈ ഹിം വെർ ഓൾ തിങ്സ് ക്രിയേറ്റഡ് എന്ന അവരെന്നെ എടുത്തു, ഈ തിങ്സിൻ്റെ ഇപ്പുറത്ത് ഒരു അതറങ്ങ് ചേർത്തു. സോ നമുക്കറിയാം, ബൈബിളിൽ ഒരു വള്ളിയോ പുള്ളിയോ എന്തെങ്കിലും ഇട്ടാൽ അത് ദാറ്റ്സ് വെരി ഡേഞ്ചറസ്, അല്ലെങ്കിൽ ദേ ആർ കേഴ്സ്ഡ് എന്നാണ് പറയുന്നത്. സോ ഹിയർ ഇറ്റ് സെൽഫ് വി ക്യാൻ സീ ദാറ്റ് ദേ ഹാവ് ഇൻസർട്ടഡ് 2 things, 2 other. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഡോക്ട്രിനുമായിട്ട് അത് അല്ലെങ്കിൽ അവരുടെ ഡോക്ടറിനുമായിട്ട് ഈ അതറില്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആകരുത്. അതിനുവേണ്ടി അവരുടെ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതർ തിങ്സ്. അതായത് യേശുവിനെ അവർക്ക് സൃഷ്ടിയാക്കണം, സൃഷ്ടിതാവിനെ സൃഷ്ടിയാക്കി മാറ്റാൻ വേണ്ടിയാണ് അവർ അതർ ചേർത്തിരിക്കുന്നത്. സോ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ you can see this. So in the beginning was the word, and the word was with God, and the word was a God. ഇവരടുത്ത് ജോൺ 1:1-3 ഒരു എ ചേർത്തു, ക്യാപിറ്റൽ ജി ആയിരിക്കുന്നതിനെ ലിറ്റിൽ ജി ആക്കി, സ്മോൾ ജി ആക്കി. എന്താ വെച്ചാൽ അവർക്ക് യേശുവിനെ അവർ ദൈവമായിട്ട് കാണുന്നില്ല, യേശുവിനെ ഒരു
ടീച്ചറായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ, മിഖായേൽ എന്നൊരു ഏഞ്ചലായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യേശു ദൈവമല്ല, ഒരു ഗോഡ്, ഏതോ ഒരു ഗോഡ്, സൺസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ എ ഗോഡ്, ഏതോ ഒരു ദൈവം. ദിസ് വൺ വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്, ഓൾ തിങ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ഹിം. പക്ഷേ അവരുടെ അകത്ത് തന്നെ ഇത് തെറ്റിപ്പോയി. കാരണം ഇവിടെ നോക്കിയേ, ആൻഡ് അപ്പാർട്ട് ഫ്രം ഹിം നോട്ട് ഈവൻ വൺ തിങ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. എത്ര ക്ലിയർ അവരുടെ ബൈബിളിൽ തന്നെ അവരുടെ ഡോക്ടറിനെ ഇത് കോൺട്രഡിക്റ്റ് ചെയ്യുക. അപ്പാർട്ട് ഫ്രം ജീസസ് നോട്ട് ഈവൻ വൺ തിങ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. അതായത് യേശുവെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ലെന്നാണ്. നമ്മുടെ ബൈബിളിലോട്ട് നോക്കാം. ഇത് കിങ് ജെയിംസ് വേർഷനും ഉണ്ട്, നമ്മുടെ മലയാളം ബൈബിളും ഉണ്ട്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ്. യു ക്യാൻ സി ആ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് എന്നല്ല ഇവിടെ പറയുന്നത്, ക്യാപിറ്റൽ G ഗോഡ്, ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. വചനം ദൈവമായിരുന്നു. ദ സെയിം വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. ഓൾ തിങ്സ് വർ മെയ്ഡ് ബൈ ഹിം ആൻഡ് വിത്തൗട്ട് ഹിം വാസ് നോട്ട് എനിത്തിങ് മെയ്ഡ് ദാറ്റ് വാസ് മെയ്ഡ്. ഉളവായതൊന്നും അവൻ കൂടാതെ ഉളവായതല്ല. വളരെ വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൊളോഷ്യൻസിൽ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ഓൾ അതർ തിങ്സ് വർ മെയ്ഡ് ബൈ ഹിം. ഓൾ അതർ തിങ്സ്, അതായത് യേശുവിനെ ആദ്യം യഹോവയായ ദൈവം യേശുവിനെ ഉണ്ടാക്കി, യേശുവാണ് സകലതയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇനി ഞാൻ ഇവിടെ നമുക്ക് ആദ്യം കണ്ട പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കാം. ജീസസ് ഈസ് വെരി പ്രഷ്യസ് ടു ജെഹോവ. വൈ? ബിക്കോസ് ഗോഡ് ക്രിയേറ്റഡ് ഹിം ബിഫോർ എവറിത്തിങ് ആൻഡ് എവരി വൺ എൽസ്. സോ ജീസസ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. ഇത് തെറ്റിപ്പോയി എന്ന് നമുക്ക് കാണാം. ബിക്കോസ് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് പ്രീ എമിനൻസ് ഇൻ റാങ്ക്, പ്രീ എമിനൻസ് ഇൻ ടൈം. അതൊരു വേറെ ഒരു വി കനോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദ വേർഡ് ഫസ്റ്റ് ബോൺ. പിന്നെ അത് തന്നെയല്ലേ ഫസ്റ്റ് ബോൺ എന്ന് വെച്ചാൽ ആദ്യ ജാതന്നേ ഉള്ളൂ, ആദ്യ സൃഷ്ടിയെന്നില്ല. വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജീസസ് ഈസ് ഓൾസോ ദ ഓൺലി വൺ ജെഹോവ യൂസ് ടു ക്രിയേറ്റ് ഓൾ അതർ തിങ്സ്. സി അതർ, അവർ പറഞ്ഞിരിക്കുന്ന അതർ കണ്ടോ. സോ ദിസ് ജെഹോവ വിറ്റ്നസ് ബൈബിൾ ഈസ് കംപ്ലീറ്റ്ലി റോങ്. ഇറ്റ് ഈസ് misinterpreted or twisted scriptures in order to favor their doctrine. യേശുവിനെ ദൈവം അല്ലാതാക്കുവാൻ വേണ്ടി അവരെന്തൊക്കെ ചെയ്തോ അതിലൊരു എക്സാമ്പിളാണിത്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ബൈബിളിൽ തന്നെ ആണ് അവരുടെ തന്നെ കണി ഒളിച്ചു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ജോൺ 1:14. അപ്പം ജോൺ 1:14 നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണുന്നതന്നെ, ആൻഡ് ഓൺലി ജീസസ് ഈസ് കോൾഡ് ദ വേർഡ് because Jehovah used him to give messages and instructions to angels and humans. അതായത് യഹോവയായ ദൈവം യേശുവിനെ ഉപയോഗിച്ചാണ് നമുക്ക് മെസ്സേജും ഇൻസ്ട്രക്ഷൻസും ഏഞ്ചൽസിനും ഹ്യൂമൻസും കൊടുത്തിരിക്കുന്ന അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം ഞാൻ ഓർത്ത് അങ്ങനെ ഒരു വാക്യം അവിടെ ഉണ്ടോ എന്ന് നോക്കി ജോൺ 1:14 ഒന്ന് നോക്കി. അവരുടെ ഇതിൽ പറയുന്നത്, സോ ദ വേർഡ് ബിക്കേം ഫ്ലഷ് ആൻഡ് റിസൈഡഡ് അമംഗ് us. സോ ദ വേർഡ് became flesh, resided among us, and we had a view of his glory, a glory such as belongs to an only begotten son from a father, and he was full of divine favor and truth. അല്ലാതെ അവിടെ മെസ്സേജ് കൊടുക്കുന്ന കാര്യം, അതായത് ഏഞ്ചൽസിനും ഹ്യൂമൻസിനും മെസ്സേജ് കൊടുക്കാനായിട്ട് യഹോവ യേശുവിനെ ഉപയോഗിച്ചു എന്ന് ഇവിടെ പറയുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, വാട്ട് ദേ മീൻ ബൈ ദാറ്റ്. എനിവേ, ഇൻ ഷോർട്ട്, വാട്ട് ദ ഹോൾ പാരഗ്രാഫ് ഈസ് കംപ്ലീറ്റ്ലി wrong. It has no basis in the scripture and it is completely wrong, and you need to understand that, in short, Jesus is called the firstborn of all creation. This does not mean that he is a created being. The idea is that Jesus has preeminence over all creation. Jesus is called the firstborn in the sense that he is over all of creation. This is made clear by the verse in Colossians 1:16 and 17. I would like you to see that one more time. You can read it in your own. For by him all things were created, things in heaven and on earth, visible and invisible, whether thrones or powers or rulers or authorities, all things were created by him and for him. He is before all things. അങ്ങനെയാകുമ്പം എങ്ങനെ യേശുവിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? So their doctrine is completely wrong. They are preaching a Jesus that's not the Jesus of the Bible. For us, he is our God, he is our healer, he is our provider. Only in his name you can be saved. So call on the name of the Jesus
and you shall be saved എന്ന് പറയുന്നത്. There is no other name on heaven, on earth or under the earth. There is no other name. So Jesus is Lord for the glory of God the Father. Thank you for listening. Please subscribe to my my channel, and please give me a comment whether you're being encouraged by these videos. And thank you for watching. Have a good day, guys. Bye bye.